എന്താണ് അമ്മ ബാർഗെയിൻ ചെയ്യാഞ്ഞത്? അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. ഇപ്പം വിശുദ്ധ ലൂക്കാ 1:33-34 പറയണത് എന്താണ്? അവൻ വലിയവനായിരിക്കും, യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും എന്നൊക്കെ പറയണത്. അങ്ങനെയാണ് മംഗളവാർത്തയിലൂടെ പറഞ്ഞത്. അങ്ങനെയാണ് ഈശോ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത്. പക്ഷേ അതിൻ്റെ ഒരു രാജകീയ സൂചന പോയിട്ട് ഒരു മൃഗത്തിൻ്റെ സമാനമായിട്ട് ഉള്ള അനുഭവങ്ങൾ വരുമ്പോഴേ ആ രാത്രി അമ്മ മിണ്ടിയില്ലെന്നല്ല പറയണത്, ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നും അല്ലേ പറയണത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും അമ്മ തർക്കിക്കാതിരുന്നത്? എൻ്റെ ദൈവത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? തർക്കിക്കാത്ത അവസ്ഥയാണ് ദൈവത്തോട്. ദൈവം എനിക്കത് തന്നില്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ മെറിറ്റ്, നമ്മുടെ യോഗ്യത, അതാണല്ലോ ഇന്നത്തെ സബ്ജക്റ്റ്. നമ്മുടെ യോഗ്യത വെക്കണ എന്തിനാണ്? ദൈവത്തോട് തർക്കിക്കാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഐശയ എന്താ പറയണത്? 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും, ഐശയ 53:7 അവൻ മർദ്ദിക്കപ്പെടുകയും, ഏറ്റവും പറഞ്ഞ മക്കളെ, പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. ഇങ്ങനെ നമ്മുടെ യോഗ്യത വെച്ച് ദൈവത്തോട് തർക്കിക്കുമ്പോഴേ അതോടുകൂടി എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തും. മറിച്ച് ഈ ഒരു സാഹചര്യത്തിൽ വന്നാൽ പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ നീ ഈ വിഷയത്തിൽ ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ച അമ്മയുടെ മൗനം നിൻ്റെ ആധ്യാത്മികതയുടെ ഭാഗമാക്കണമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു സഞ്ചാരം. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അമ്മ ഇത്രയും വലിയ ഘോരമായ സങ്കട സമയത്തും മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് ഈശോ ഈ ഭാരങ്ങൾ മുഴുവൻ ഏറ്റപ്പോഴും കർത്താവ് മൗനം പാലിച്ചത്? എന്തുകൊണ്ടാണ് പാലിച്ചത്? അതാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം 11:29. മത്തായി ശ്ലീഹ 11:29 ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എങ്ങനെയാണ് ആശ്വസിപ്പിക്കണത്? ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോഴെന്തുകൊണ്ടാണ്? വിനീത ഹൃദയനാണ്. തർക്കിക്കണ വ്യക്തി അഹങ്കാരമുള്ള വ്യക്തിയാണ്. ആധ്യാത്മികമായിട്ട് നീ കുറേ കാര്യങ്ങൾ, സിനഗോഗ പണിത് ഈശോ കൊടുക്കാൻ, നിനക്ക് ജനത്തെ സ്നേഹിക്കാം, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഭൗതികമായി ചെയ്യാം, പള്ളിക്കും ചെയ്യാം, ജനങ്ങൾക്കും ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുന്ന നിൻ്റെ യോഗ്യത വെച്ചുകൊണ്ട് നിൻ്റെ ഭൗതിക കാര്യം നേടാൻ വേണ്ടി ദൈവതിരുസന്നിധിയിൽ ഒരു ബാർഗെയിനിങ് ആയിട്ട് അത് തർക്കിക്കാനുള്ള, അനുഗ്രഹം ലഭിക്കാനുള്ള ഒരു വകുപ്പാക്കി മാറ്റുമ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരണത്? എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ എന്നെ PSCക്ക് തോൽപ്പിച്ചു, എൻ്റെ വിവാഹത്തിന് ഒത്തിട്ടില്ല, എനിക്ക് PR കിട്ടിയിട്ടില്ല, എൻ്റെ വിസ റിജക്റ്റായി, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകണില്ല, ഞാൻ ജോമാർ എത്തിക്കണില്ല എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയണത്? വിനീതമായ ഹൃദയമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തോട് തർക്കിക്കണം എന്നാണ് പറയണത്. വിനീതമല്ലാത്ത ഹൃദയമുള്ളവർക്ക് എന്താണുള്ളത്? അഹങ്കാരമാണുള്ളത്. നമ്മൾ തർക്കിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ? ഇപ്പം നീ കർത്താവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് തന്നില്ല, ന്യായമായി നിനക്ക് കിട്ടാനുള്ളതാണ്, എനിക്ക് തന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആധ്യാത്മിക കാര്യങ്ങൾക്കും സഭാകാര്യങ്ങൾക്കും നിനക്ക് ശുഷ്കാന്തി പോണത് എന്തുകൊണ്ടാണ്? ബേസിക്കായിട്ട് നീ അഹങ്കാരിയായതുകൊണ്ടാണ്. അതായത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അഹങ്കാരികളെ ചിതറിക്കും, വിനയാനെതിരെ ഉയർത്തും. മറിയത്തിൻ്റെ മൗനവും മറിയത്തിൻ്റെ വിനയാനിതമായ അവസ്ഥയും തമ്മിലാണ് ഇൻ്റർലിങ്ക് ആയിരിക്കണത്.
അതുകൊണ്ടാണ് ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടി വരുന്നത്. അപ്പോഴേ എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഭയങ്കര പ്രൊഫൗണ്ടാണ്. അതിങ്ങനെ മുട്ടായി സ്പിരിച്വാലിറ്റി അല്ല ശരിക്കും പറഞ്ഞാൽ. അത് പ്രൊഫൗണ്ടാണ്, അതൊരു നിലപാടാണ്, അതൊരു സമീപനമാണ്, അതൊരു സാക്ഷ്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ജീവിതത്തിന് വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലെ കർത്താവേ അടിപതറാതെ ഏത് സാഹചര്യത്തിലും കർത്താവേ എന്റെ യോഗ്യത അനുസരിച്ചുകൊണ്ട് നിന്നോട് വിലപേശാതെ എളിമയോടെ വിനയത്തോടെ നിന്റെ തിരുമനസ്സിന് കീഴ്പ്പെട്ടുകൊണ്ട് നിന്റെ നാമത്തെ നിത്യതയ്ക്ക് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ ഇനി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം സന്തോഷമായിരിക്കണം. നമ്മൾ കർത്താവ് നമുക്ക് ഒത്തിരി നല്ല വചനങ്ങൾ തന്നു. നിങ്ങൾ യൂട്യൂബിൽ ഒരിക്കൽ കൂടി ഈ വചനം കേൾക്കാൻ നോക്കണം. കാര്യം ഇതൊന്നും സത്യമായിട്ട് ഞാൻ 1-2 വചനങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം പുൾപിറ്റിൽ വന്നപ്പോഴേ കർത്താവ് ഓൺ ദി സ്പോട്ടിൽ തന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അമലൊരു അമ്മയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയത് കാരണം ഇവിടെ കയറി നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ വചനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഇൻ്റർലിങ്ക് ചെയ്തു തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു ദൗത്യം പരിശുദ്ധാത്മാവിനുണ്ട്. കർത്താവ് പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, ജ്ഞാനമുണ്ട്, വിശ്വാസത്തിൻ്റെ ദാനങ്ങളുണ്ട്, 7 ദാനങ്ങളൊക്കെ തരുമെങ്കിലും പരിശുദ്ധാത്മാവ് ബേസിക്കായിട്ട് എനിക്ക് മനസ്സിലായത് ഒരു തുന്നൽക്കാരനാണ്. തടുക്കൊക്കെ തന്നെയല്ലേ ഊടുംപാവും ഇങ്ങനെ വചനങ്ങൾ തമ്മിൽ ഇൻ്റർലിങ്ക് ചെയ്ത് തന്നിട്ട് ദൈവതിരുമനസ്സ് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഈ വചനങ്ങൾ വീണ്ടും കേട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയണത്. പ്രത്യേകിച്ച് കൊച്ചുനോൻപ് കാലമല്ലേ, കർത്താവ് ഇത്രയും വചനം നൽകിയതിന് നന്ദി പറയണം. ദൈവത്തെ അന്വേഷിക്കണ ദൈവജനമേ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഇപ്പോഴേ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗാതുരമായ എല്ലാ ഇടങ്ങളിലും എൻ്റെ മക്കൾ അച്ഛൻ പറയണ അനുസരിച്ച് കൊണ്ട് കൈവച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വിടുതൽ ശുശ്രൂഷയും ദൈവത്തിൻ്റെ ഒരു കൈ നീട്ടൽ ശുശ്രൂഷയാണ്. എൻ്റെ മക്കളെ, ദൈവം കൈ നീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ മുഴുവൻ വിഷയങ്ങളും. എന്ന് പറഞ്ഞേ, ദൈവം കൈനീട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ മുഴുവനും വിഷയങ്ങള്. എൻ്റെ പേര് ഫിലിപ്പ്. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 28/2/2022 എനിക്ക് ഈ അൾത്താരയിൽ 3ാമത് തവണയാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. ഈ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് 3ാമത് തവണയും പറയാൻ ഇടതന്ന പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഏതാണ്ട് ഒരു 10 വർഷത്തിന് മുകളിലായിട്ട് BP ഉണ്ടായിരുന്നു. BP വളരെ ഹൈ ആയ BP ആയിരുന്നു. ആ സമയത്ത് കുറച്ച് മെഡിസിനൊക്കെ ഉപയോഗിച്ചു. എന്നാൽ ഈ വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ തുടർച്ചയായിട്ട് ഓരോ നുള്ള ഉപ്പ്
എൻ്റെ വായിലിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ബി പി ഉള്ള ആളാണ് ഇതുപോലെ ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഭാര്യയോട് പറഞ്ഞു, ബി പിക്കുള്ള ഉത്തമ മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എനിക്ക് ഈ മരുന്നിൽ പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞു. ഒരു 80-90 ദിവസങ്ങൾക്ക് ശേഷം, കൃത്യം ഓർക്കുന്നില്ല, ഏതായാലും 90 ദിവസത്തിന് ശേഷമായപ്പോൾ ബി പി പരിപൂർണമായി എനിക്ക് മാറിക്കിട്ടിയത് എങ്ങനെയെന്നറിയാൻ പെട്ടെന്ന് ബി പി താന്നിട്ട് ഞാൻ 1-2 തവണ വീഴേണ്ട ഒരവസ്ഥ വന്നു. അപ്പോഴാണ് ബി പി ചെക്ക് ചെയ്യുന്നത്. അതോടുകൂടി ചെറിയ മൈൽഡായിട്ടുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നു, പരിപൂർണ്ണമായി നിർത്തി. ഇപ്പോൾ 2.5 വർഷമായി ബി പി എന്ന് പറയുന്ന അസുഖം, ബി പി ഹൈ ആയിട്ടുള്ളൊരു അസുഖം എനിക്കില്ല, നോർമലായിട്ട് തന്നെ പോകുന്നു. അടുത്തത് എനിക്ക് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. പൈൽസിൻ്റെ അസുഖം അത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം. ഞാൻ ദീർഘമായി യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിരുന്ന് യാത്ര ചെയ്യാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഒരു ദിവസം ഞാൻ യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൈൽസിൻ്റെ അസുഖം നേരിട്ട ഒരാൾ ഒരു സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പൈൽസ് ഉള്ള സ്ഥലത്തെ ഇവിടെ നിന്നുള്ള ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു, അങ്ങനെയാണത് മാറിയെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം തൊട്ട് ഞാനും ഉടമ്പടി ഈ പച്ചത്തിരി കത്തിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രീതിക്ക് പൈൽസുള്ള സ്ഥലത്തെ ഈ ഉടമ്പടി തൈലം അപ്ലൈ ചെയ്തു. എനിക്ക് ഏതാണ്ട് 30 ദിവസം 32 ദിവസം കഴിഞ്ഞപ്പം പരിപൂർണമായി ആ പൈൽസ് എന്ന അസുഖം പരിപൂർണമായി മാറി. ഇപ്പോൾ ഒരു വർഷമായിട്ട് അങ്ങനെ ഒരു അസുഖമില്ല. എനിക്ക് ആവശ്യമുള്ള മുഴുവൻ ബി പി സംബന്ധമായി ഒഴിവാക്കിയിരുന്ന മുഴുവൻ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ സകല കാര്യങ്ങളും കഴിക്കുന്നുണ്ട്. പരിപൂർണമായ അസുഖം എന്നിൽ നിന്ന് പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി തന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ അണപ്പല്ല്, മുകളിലത്തെ ഇടത് സൈഡിലെ അണപ്പല്ലിൽ 2 അണപ്പല്ല് അടുപ്പിച്ചുള്ള അണപ്പല്ലിൻ്റെ വളരെ ആഴത്തിലുള്ള പോടുണ്ടായിരുന്നു. ആ ഇൻഫെക്ഷനായിട്ട് ഒരു 6 വർഷമായി അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എനിക്കൊരു 1.5 വർഷങ്ങൾക്ക് മുമ്പേ അത് അതിസഹനീയമായ വേദനയായി, സഹിക്കാൻ പറ്റത്തില്ലാത്ത വേദനയായി. എനിക്ക് പരിചയമുള്ള വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറെ എടുത്ത് ചെന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു എന്തെന്ന് ചോദിച്ചെന്നാൽ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു, ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല, 2 എടുത്ത് കളയണം, ഉടനെ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അണപ്പല്ലല്ലേ, 2 പല്ലും കൂടി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചവയ്ക്കുകയൊക്കെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് പയ്യെ ഒഴിവായി വേറെ അടുത്ത ഒരു പ്രഗത്ഭ ഡോക്ടറെ അടുത്തായി. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, എടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ നാക്കിൻ്റെ തുമ്പിൽ 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിക്കും. ആ 3 തുള്ളി ഉടമ്പടി തൈലം ഒഴിച്ചിട്ട് നാക്കിൻ്റെ തുമ്പ് കൊണ്ട് തന്നെ ഈ പല്ലിൽ ഞാൻ സ്പർശിപ്പിക്കും. പക്ഷേ ഇതിൻ്റെ പോടിലേക്കൊന്നും ഉടമ്പടി തൈലം ഇറങ്ങി ചെല്ലുകയില്ല. എങ്കിലും എൻ്റെ വിശ്വാസം അനുസരിച്ച് ഞാൻ ആ പല്ലിൽ ഇത് സ്പർശിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് ഒരു 1.5 മാസം 2 മാസം കഴിഞ്ഞ് പരിപൂർണമായി ആ വേദന പോയി എന്ന് തന്നെയല്ല, എനിക്ക് ഏതുതരം ഭക്ഷണവും കഴിക്കാം, വായിൽ വെള്ളം ഉൾക്കൊള്ളാം, ചൂടുള്ളതും തണുപ്പായ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളമായി പരിപൂർണമായി ആ രോഗം, പല്ലുവേദന എന്ന രോഗം, ആ പല്ലിൻ്റെ സകല ബുദ്ധിമുട്ടുകളും മാറി നല്ല ആരോഗ്യത്തോടു കൂടി ആ പല്ല് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് പറയാനുള്ളത് കണ്ണിൻ്റെ ചൊറിച്ചിലാണ്. എനിക്കൊരു 12 വർഷങ്ങൾക്ക് മുകളിലായി 2 കണ്ണിനും ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ സഹിച്ചവർക്കേ അറിയത്തുള്ളൂ. ഒരു തരത്തിലും സഹിക്കാൻ പറ്റത്തില്ല. കണ്ണ് കൈകൊണ്ട് മാന്തിയെടുത്ത് പറിച്ച് കളയാൻ തോന്നും. അത്രയ്ക്ക് ചൊറിച്ചിലാണ്. ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് മിക്കവാറും വൈകുന്നേരം ഒരു 6:30-ക്ക് ശേഷമാണ്. ഞാൻ 6 ഫേമസ് ഹോസ്പിറ്റലുകളിൽ, കേരളത്തിലെ ഫേമസ് ഹോസ്പിറ്റലുകളിൽ ഒത്തിരി യാത്ര ചെയ്ത് തന്നെ പോയി പല ഡോക്ടേഴ്സിനെയും കണ്ടു. അവർ പറഞ്ഞു ഡസ്റ്റിൻ്റെ അലർജിയാണ്, അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്, അത് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. യാത്ര ചെയ്യുന്ന എനിക്ക് ഡസ്റ്റിൻ്റെ അലർജിയാണെന്ന് പറയുമ്പോൾ എനിക്ക് യാത്ര ഒഴിവാക്കി കാര്യങ്ങൾ നടക്കുകയില്ല. അപ്പോൾ ഞാൻ അതും ഈ പറഞ്ഞതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് 2 കണ്ണിൻ്റെ പോളയിലും എല്ലാ ദിവസവും പുരട്ടാൻ തുടങ്ങി. അത് ഒരു 4-5 മാസം ഞാൻ പുരട്ടി. എല്ലാ ദിവസവും തുടർച്ചയായിട്ട് പുരട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട്, 2.5 വർഷത്തിന് മുകളിലായിട്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖവും ഇല്ല, കണ്ണിന് യാതൊരു പ്രശ്നവുമില്ല. വളരെ ചൊറിച്ചിലായിരുന്ന ആ കണ്ണിന് വളരെ ഇപ്പം സൗഖ്യമായിട്ട് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നു. അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ബ്രീസ കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുതിയ കാർ എടുത്തതാണ്. ഒരു പ്രശ്നമുള്ളത്, ആ കാർ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ തിരക്കുള്ള സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ കാർ സ്ലോ ചെയ്യും. ചിലപ്പം കാറ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുമല്ലോ, ഇടുന്ന സമയത്ത് കാർ ഓഫായി പോവും. പിന്നെ കാർ സ്റ്റാർട്ട് ചെയ്യുകയില്ല. സ്റ്റാർട്ട് ചെയ്യും ഒരു 4 മിനിറ്റ് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സ്റ്റാർട്ട് ചെയ്യും.
അല്ലെങ്കിൽ ഗട്ടറുള്ള റോഡിലോ അതുപോലെ ട്രാഫിക്കിലോ ഒക്കെ എവിടെ നമ്മൾ വണ്ടി നിർത്തിയാലും ഈ കാറ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഓഫായി പോവുക. അപ്പോൾ ഞാൻ കോട്ടയത്തെ ഈ മാരുതിയുടെ അവസാന ഭാഗമായ ഒരു പ്രമുഖ ഞാൻ വാഹനം എടുത്ത ഏജൻസിയിലും അവരുടെ വർക്ക്ഷോപ്പിൽ ഇത് കൊണ്ടുവന്നു. അവരിത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു സ്കാനിങ് നടത്തണം. സ്കാനിങ് നടത്തി. കാരണം ഇപ്പോൾ മുഴുവൻ സ്കാനിങ്ങിൽ കൂടിയാണ് കാര്യം നടക്കുന്നത്. അപ്പം നമ്മൾക്കും ഒരു അക്യുറേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കിട്ടുമല്ലോ എന്ന് കണ്ട് സ്കാനിങ് നടത്തി. അവർ പറഞ്ഞു ഇതിൻ്റെ പ്ലഗ് അതിൻ്റെ ഹീറ്ററിൻ്റെ പ്രശ്നമാണ്, 4 പ്ലഗ് ഉണ്ട്, അത് മാറിയാൽ മതി എന്ന് പറഞ്ഞു. മാറിക്കൊള്ളാൻ പറഞ്ഞു. 5500 രൂപ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാഹനം തന്നു. തിരിച്ച് വഴിയിൽ കയറി 1 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ കാർ നിന്ന് പോവുക. ഞാൻ തിരിച്ച് ആ ഏജൻസിയുടെ അടുത്ത് തന്നെ കൊടുത്തു. അവർ പറഞ്ഞു 1 ദിവസം വാഹനം കൂടെ തരണം, ഞങ്ങളൊന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്തോട്ടെന്ന് പറഞ്ഞു. 1 ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് അവരെന്നെ വിളിച്ചു. ഇതിന് പിന്നെ പമ്പിൻ്റെ കംപ്ലൈൻ്റാണ്, അത് മാറിയാൽ അത് പണിതാൽ സംഭവം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതിന് എന്ത് എമൗണ്ട് വരും? അതിന് 22,000 രൂപ. അപ്പോൾ എനിക്കൊരു ചെറിയ സംശയം. കാരണം തലേദിവസം ഇവർ കൃത്യമായിട്ട് പറഞ്ഞു ഇന്ന ഡിഫക്റ്റാന്ന് പറഞ്ഞു, അതല്ല പിന്നെ ഇത് പറയുന്നു. ഇപ്പോൾ ഏതാണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത്? ഞാനതുകൊണ്ട് വേറെയും മാരുതിയുടെ ഒരു പ്രഗത്ഭ വർക്ക്ഷോപ്പിൽ തന്നെ പിന്നെ ഈ വാഹനം കൊണ്ടുപോയി. അപ്പോൾ അവർ വേറൊരു കംപ്ലയിൻറ്റാണ് പറയുന്നത്. ആ കംപ്ലയിൻറ്റ് പരിഹരിക്കുക എത്രയാണ്? അതിന് 19,000 രൂപ 20,000 രൂപയ്ക്ക് അടുത്ത് വരും. അപ്പോൾ ഞാൻ ആദ്യം മുടക്കി 5,500 രൂപയും ഇവർ പറഞ്ഞിരിക്കുന്ന ഈ എമൗണ്ടുകളെല്ലാം കൂടെ കൂട്ടുകൊണ്ട് ഞാൻ 50,000 രൂപയ്ക്ക് അടുത്ത് ഈ വണ്ടിയുടെ കംപ്ലയിൻറ്റിനായിട്ട് മുടക്കേണ്ടി വരും. എന്നാലും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ ഞാനൊരു 10-25 വർഷം മുമ്പ് എനിക്ക് ഒരു വാഹനം ഉണ്ടായിരുന്നതിൻ്റെ പമ്പ് കൊണ്ടത് ഒരു വർക്ക്ഷോപ്പ്, കോട്ടയത്തെ പ്രഗത്ഭ വർക്ക്ഷോപ്പുണ്ട്. വലിയ ഫേമസ് ഒന്നുമല്ല, പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഞാൻ അവരുടെ അടുത്ത് ചെന്നു. അവർ പറഞ്ഞു പമ്പിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചെയ്താലും ഇത് പരിപൂർണ്ണമായി പരിഹരിക്കുമെന്ന് ഞാൻ വാക്ക് പറയലെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. കാരണം എനിക്ക് അത്രയ്ക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അന്ന് വൈകിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞ് ഞാൻ വാഹനം വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാരണം വാഹനം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എവിടെയെങ്കിലും ടൗണിൽ നിർത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ലോ ചെയ്താൽ നിന്ന് പോകുന്നേ ഉള്ളൂ. അല്ല സ്റ്റാർട്ടിങ്ങിന് ബാക്കി യാതൊരു പ്രശ്നവും വാഹനത്തില്ല. ഞാൻ കൃത്യമായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന വാഹനമാണ്. അന്ന് വൈകുന്നേരം ഞാനതിൽ യൂട്യൂബ് ഓൺ ചെയ്തപ്പം എനിക്കൊരു സാക്ഷ്യം വയനാട്ടിൽ നിന്നുള്ള ഒരാളുടെ സാക്ഷിയാണ്. ആ സാക്ഷ്യത്തിൽ അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഇതിന് കംപ്ലയിൻ്റ് ആയിരുന്നു. പല വർക്ക്ഷോപ്പുകളിലും പോയി കുറേ സാമ്പത്തികം പോയതല്ലാതെ പ്രശ്നം പരിഹരിച്ചില്ല. അദ്ദേഹം ഉടമ്പടി ഉപ്പ് ഈ അവർ കംപ്ലയിൻറ്റ് പറഞ്ഞ സ്ഥലത്ത് പിന്നെ അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് പുള്ളി അത് ഉപയോഗിച്ചതെന്നും പറഞ്ഞ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഏതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ബോണറ്റ് തുറന്നു. ഇവർ പറഞ്ഞ 3 കംപ്ലയിൻ്റുള്ള ഭാഗത്തും സ്റ്റിയറിങ്ങിലും പിന്നെ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും ഉപ്പ് കൊണ്ട് കുരിശ് വരച്ചു. അങ്ങനെ ഒരു 13 ദിവസം ഞാൻ അങ്ങനെ ചെയ്തു. 13-14 ദിവസം ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ വാഹനം മുന്നോട്ട് ഓടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിത് എപ്പോഴാണ് നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഞാൻ ടൗണിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി നോക്കണം, അല്ലെങ്കിൽ ഗട്ടറുള്ളിടത്ത് ചവിട്ടി നിർത്തി നോക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 14 ദിവസം കഴിഞ്ഞ് പിന്നെ പയ്യെ ചെറിയ സ്ലോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിൽക്കാതെ വന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് മാറിക്കിട്ടുന്നത്. എനിക്ക് ഏതായാലും ഒരു 10-22 ദിവസം കഴിഞ്ഞ് ഒരു 2 വർഷത്തിന് ഇപ്പുറം കൊണ്ട് ഞാൻ ആ വാഹനം ഒരു 40,000 കിലോമീറ്റർ ഓടുകയും ചെയ്തു. ഇന്ന് ഞാൻ ആ വാഹനത്തിന് ഇവിടെ വന്നു. എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട്. ആ വാഹനത്തിന് വരുന്നത് ഞാൻ ഇൻ്റർസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പല യാത്രകൾ ആ വാഹനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് വരെ ആ വാഹനത്തിന് യാതൊരുവിധ കംപ്ലയിൻറ്റും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലാണ് അതെനിക്ക് സാധിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അമേരിക്കൻ വിസയുള്ള ഒരു പാസ്പോർട്ട് എനിക്കുണ്ട്. അത് റിന്യൂവൽ ചെയ്യാനുള്ള സമയമായി, കഴിഞ്ഞ വർഷമായിരുന്നു. അപ്പോൾ റിന്യൂവൽ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെനിക്കത് റിന്യൂ ചെയ്ത് തരികയില്ല. കാരണം അവർ റിന്യൂ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ചില നിയമപ്രശ്നങ്ങൾ അവർ പറയാൻ തുടങ്ങി. അപ്പോൾ അത് എനിക്ക് എന്താണെന്ന് ഇവിടെ തുറന്ന് പറയണമെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ അത് എനിക്ക് സാധിച്ചു തന്ന ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ എന്താണെന്നുള്ളതിവിടെ വിശദമായിട്ട് തുറന്നു പറയുന്നില്ല. എന്തായാലും ഞാൻ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് ഇവിടെ ഒരു ദിവസം ഇവിടെ ആ റെക്കോർഡുകളെല്ലാം കൂടെ വന്ന് ഞാൻ വൈകുന്നേരം ഇവിടെ അമ്മയുടെ ഇവിടെ സമർപ്പിച്ചു. ഈ ആൾത്താരയിൽ ഇതുപോലൊരു ഫയൽ കൊണ്ടുവന്ന ഫയലിൽ വെച്ച് കാര്യങ്ങളെല്ലാം സമർപ്പിച്ചു. എന്തായാലും ഞാൻ നാളെ പാസ്പോർട്ട് ഓഫീസിൽ അന്ന് ഞങ്ങൾക്ക് കോട്ടയത്തെ പാസ്പോർട്ട് ഓഫീസിൽ ആലപ്പുഴ വരണം. അപ്പം തലേദിവസം ഇവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ ഇതുവഴിയാണ് പാസ് ചെയ്യുന്നത്. ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഇവിടെ രാവിലത്തെ കുർബാനയിൽ ഞാൻ സംബന്ധിച്ച് കുർബാനയിൽ ഇത് സമർപ്പിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസിൽ പോയി. എനിക്കും പാസ്പോർട്ട് വേണം, എൻ്റെ ഇളയ മോൾക്ക് പുതുതായിട്ട് പാസ്പോർട്ട് വേണം. ഈ 2 പാസ്പോർട്ടിനും ഞങ്ങൾക്ക് ഈ നിയമപരമായ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞങ്ങൾക്ക് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ 75,000 രൂപ മുടക്കണം. രൂപയുടെ അല്ല, ഞങ്ങളുമായി അത്ര രോഗ്യത്തിൽ നിൽക്കുന്നില്ലാത്ത അകൽച്ചയിൽ കഴിയുന്ന 1-2 ആൾക്കാരുടെ കൺസെൻറ്റ് ഞങ്ങൾക്ക് വേണം. അത് സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെ സൗമ്യപ്പെട്ട് ചെന്ന് കഴിഞ്ഞാലും ഞാനതിന് താല്പര്യപ്പെട്ട് ചെന്നാലും അവരെ ചെയ്തു കയറാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു
ഒരു കണ്ടീഷനായിരുന്നു നിലവിൽ അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ പോയി ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ വന്നു. അപ്പോൾ വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ കോട്ടയത്തൊരു നിത്യാരാധന ചാപ്പലിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നിത്യാരാധന ചാപ്പലിൽ കയറുമ്പോൾ സാധാരണ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഫോൺ എൻ്റെ മുന്നിൽ ഞാൻ വെച്ചിരുന്നു. ആ ഫോണിലൊരു കോള് വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കോൾ ഞാൻ നോക്കിയപ്പം ഈ പരിശുദ്ധ അമ്മയുടെ പൂർണ്ണകായ പ്രതിമ അതേ രീതിയിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഞാനങ്ങനെ ഒരു ഫോട്ടോ ഈ ഫോണിൽ എടുത്തിട്ടില്ല, അങ്ങനെ ഒരു കാര്യം വരേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഉടനെ പുറത്തിറങ്ങി ഈ ഫോൺ നോക്കി കഴിഞ്ഞ് തിരിച്ചു വിളിച്ച ആളിച്ചപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പുള്ളി എന്നോട് പറഞ്ഞു എപ്പോൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു സാറേ ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കിലാണ്, സാറ് നാളെ കാണാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നാളെ വരാമെന്ന് പറഞ്ഞു. പുള്ളി പിറ്റേ ദിവസം 11:30 ആയപ്പം എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ പുള്ളി യാതൊരു കാരണവശാലും ഈ സംഭവം സാധിച്ചു തരികയില്ല. കാരണം പുള്ളി പറയുന്നത് പുള്ളിയുടെ പ്രൊഫഷനെ ബാധിക്കുന്ന വിഷയമാണ്, ഞാൻ മേലുദ്യോഗസ്ഥരോട് സംസാരിക്കട്ടെ, അവരെന്തെങ്കിലും തീരുമാനം എടുക്കുമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് മേലുദ്യോഗസ്ഥരെ വിളിച്ചു. മേലുദ്യോഗസ്ഥർ പറഞ്ഞു അത് സാധിക്കുന്ന കാര്യമില്ല, അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ഇന്ന കാര്യങ്ങൾ ചെയ്ത് അത് നിയമപരമായ കാര്യങ്ങൾ കൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശിരും എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഞാൻ കൃപാസനത്തെപ്പറ്റിയും കൃപാസന അമ്മയെപ്പറ്റിയും പുള്ളിയോട് സംസാരിച്ചു. പുള്ളി ക്രിസ്ത്യനാണ്, പുള്ളി അകലെയുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലുള്ള ആൾക്കാരെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും എനിക്കൊരു ഉറപ്പ്, അമ്മ തലേ ദിവസം ഫോൺ കോൾ വന്നപ്പോൾ അമ്മ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ആ സ്ക്രീനിൽ അമ്മയുടെ ഫോട്ടോ ഒരു 2 മാസം മുമ്പ് വരെ ആ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ അതേപോലെ തന്നെ ആ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം അന്ന് വൈകിട്ട് എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്തായാലും നിങ്ങളോട് എനിക്ക് നോ പറയാൻ സാധിക്കുന്നില്ല, കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും വളച്ച് ഒടിച്ച് വേണമെങ്കിൽ എന്നെ സ്വാധീനിക്കായിരുന്നു, അതൊന്നും ശ്രമിച്ചില്ല. സത്യസന്ധമായ രീതിയിൽ നിങ്ങൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് എന്തോ എനിക്ക് നിങ്ങൾക്കത് ചെയ്തു തരാനാണ് ആഗ്രഹം. മേലുദ്യോഗസ്ഥരത്തെ സമ്മതിക്കുന്നില്ല, എൻ്റെ പൂർണ്ണ റിസ്ക് ഞാൻ ചെയ്തു തരിക എന്ന് പറഞ്ഞ് എനിക്കും മോൾക്കും ആ പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയുണ്ടായി. ഇത്രയാണ് ഈ പാസ്പോർട്ട് സംബന്ധമായിട്ട് കൃപാസന അമ്മ, അതായത് ഒരു കാരണവശാലും സാധിച്ചു കിട്ടിയാലെന്ന് പൂർണ്ണമായിട്ടും പല ഓഫീസുകളിൽ നിന്ന് പറഞ്ഞ കാര്യം അമ്മ ഇടപെട്ട് കൃത്യമായി ഞങ്ങൾക്കത് കൃത്യസമയത്ത് സാധിച്ചു കിട്ടി. അതുകൊണ്ട് ആ പാസ്പോർട്ട് കൊണ്ട് ഉപകാരവും ബാക്കി കാര്യങ്ങളും ഉണ്ടാകുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ അതായത് ഈ ഒക്ടോബർ 25 നടക്കുന്ന മഹാജപമാല റാലിയുടെ ഒരുക്കത്തിലേക്കായിട്ട് കഴിഞ്ഞ ജപമാല റാലിയുടെ അന്ന് തന്നെ ഞാൻ ജപമാല ചൊല്ലി തുടങ്ങിയിരുന്നു. ഞാനൊരു ദിവസം ഏകദേശം ഒരു 5 കിലോമീറ്റർ കുറയാതെ നടക്കും. ഈ 5 കിലോമീറ്ററും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത്. ഈ ജപമാലയുടെ വിഷയം ഇതാണ്: 2025 ഒക്ടോബർ 25 നടക്കുന്ന മഹാജപമാല റാലി ചരിത്ര സംഭവമാകണമെന്നും അമ്മയുടെ നിറസാന്നിധ്യം സജീവ കാരുണ്യവും അതിലുള്ള മുഴുവൻ മക്കൾക്കും കിട്ടണമെന്നും അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒട്ടനവധി ആൾക്കാരുണ്ടല്ലോ. കാരണം വിദേശത്തുള്ളവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ, സാമ്പത്തികം ഇല്ലാത്തവർ, വന്നെത്താൻ സാധിക്കാത്തവർ, ഇവരെയൊക്കെ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെ അനുഗ്രഹിക്കുന്നതോടൊപ്പം അവരുടെ കൂടെ എന്നെ അനുഗ്രഹിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ഭംഗിയായി വന്നെത്താൻ പറ്റാത്ത ആൾക്കാർക്കും കൂടി അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഞാൻ അടുത്ത ജപമാല റാലി അന്ന് തീരുന്ന അന്ന് വരെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും. ആഴ്ചയിലൊരു 5 ദിവസം കുറയാതെ നടക്കും. കാരണം 2 ദിവസം മറ്റു പല കാര്യങ്ങൾ ഞാൻ ഓഫ് എടുക്കാറുണ്ട്. 4-5 മണിക്കൂർ 5 മൈലും കിലോമീറ്ററുമായിട്ട് നോക്കി 5 ചിലപ്പോൾ 6 കിലോമീറ്ററൊക്കെ ഞാൻ റെഗുലറായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി. കാരണം എൻ്റെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ആൾക്കാർ എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്ന് നടത്തി തരും. കാരണം ഞാനിത് പറയാൻ കാര്യം, ഈ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഏതാണ്ട് ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതിനു മുമ്പ് 2 ഉടമ്പടി സാക്ഷ്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത് പറയാൻ എന്തോ ഞാൻ കുറച്ചുകൂടെ പെൻഡിങ് ഇങ്ങനെ വെച്ച് പോകുമായിരുന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ അടുത്ത ഇടയ്ക്ക് എന്നെ ഇവിടെ തന്നെ ഈ കൃപാസനത്തിൽ തന്നെ ഉടമ്പടി എടുത്ത് വളരെ സജീവമായിട്ട് ഇവിടെ പേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. പുള്ളി വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ ഉടമ്പടി സാക്ഷ്യം വല്ലതും മുടക്കം വരുത്തിയിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഉണ്ട് ബ്രദറെ, ചെറിയ രീതിക്ക് 2-2.5 വർഷമായ ഇത്രയും സാക്ഷ്യങ്ങളെല്ലാം കിടപ്പുണ്ട്. പുള്ളി പറഞ്ഞു അത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ടെന്നു. കഴിഞ്ഞ ആഴ്ച അപ്പം ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ എല്ലാ 7-ാം തീയതി ഇവിടെ വന്ന് ഒരു 7 പാക്കറ്റ് പത്രം കൊണ്ടുപോകുന്നുണ്ട്.
2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 അമ്മയോട് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ആ കൃത്യം 2:30 സമയത്ത് ഞാനിവിടെ വന്ന് എനിക്ക് മുട്ടകളിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് അന്ന് വൈകുന്നേരത്തെ ദീപാവലിയും കഴിഞ്ഞ് ഈ അൾത്താരം അടയ്ക്കുന്ന 8:45 സമയത്താണ് ഞാൻ ഇവിടുന്ന് പോകാറുള്ളത് തുടർച്ചയായിട്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത പല അനുഭവങ്ങളും പരിശുദ്ധ അമ്മ നേരിട്ട് ഞാൻ അമ്മയെ നേരിട്ട് ഒരു തവണ കണ്ടതാണ്. ഞാൻ ഉച്ച കഴിഞ്ഞൊന്ന് ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങുന്ന സമയത്ത് അമ്മ എൻ്റെ നേരെ ഫ്രണ്ടിൽ പൊക്കത്തിൽ വന്നിങ്ങനെ ഒരു 5-8 സെക്കൻഡ് എനിക്ക് ഇതേപോലെ തന്നെ വ്യക്തമായിട്ട് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഈ 7 പാക്കറ്റ് അല്ലെങ്കിൽ 6 പാക്കറ്റിൽ 7 പാക്കറ്റ് പത്രം കൊണ്ടുപോകും. അത് ഞാൻ വിതരണം ചെയ്യുന്നത് ഒരിക്കലും രഹസ്യമായിട്ട് വിതരണം ചെയ്യരുത്. ഞാൻ പിന്നെ പബ്ലിക് സ്ഥലങ്ങളിൽ, അതായത് ബസ് സ്റ്റാൻഡുകളിൽ ശരിക്കും കാര്യങ്ങൾ പറഞ്ഞ് ആരുടെയും മനസ്സിലാക്കി ഈ പത്രം കൊടുക്കും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രത്യേകത, ഇതറിയത്തില്ലാത്ത ആൾക്കാർ ഇതെന്താ കാര്യം എന്ന് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ വരുന്നവരിൽ ഒരു 80% അക്രൈസ്തവരാണ്. അവരോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പരിശുദ്ധ കുർബാന ഞാൻ 365 ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കും. 365 ദിവസമല്ല, 400-450 പരിശുദ്ധ കുർബാന സംബന്ധിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒന്നിലധികം പരിശുദ്ധ കുർബാനയിൽ ഞാൻ സംബന്ധിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഞാൻ പോകുന്ന വഴി തീർത്തും അർഹതപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നവരും കൈ നീട്ടുന്ന ആൾക്കാർക്ക് എന്നാൽ കഴിയാവുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഒരു സമയത്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അമ്മയുടെ നാമത്തിൽ ഞാൻ ഒട്ടനവധി ആൾക്കാർക്ക് ഭക്ഷണപ്പൊതി പിന്നെ വിതരണം ചെയ്തു വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു.